മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 18ാമത്തെ പാഠം ചില പ്രത്യേക സുന്നത്തുകൾ. നിസ്കാരത്തിൽ ഫർളുകൾക്ക് പുറമെ സുന്നത്തുകളുമുണ്ട്. അബ്ആള് സുന്നത്തുകൾ എന്നും ഹൈആത്ത് സുന്നത്തുകൾ എന്നും സുന്നത്തുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് ഫർളുകൾക്ക് പുറമെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അവ സുന്നത്തുകളാണ്. നിസ്കാരത്തിൽ ഫർളുകൾക്ക് പുറമെ ചെയ്ത കാര്യങ്ങളെല്ലാം സുന്നത്തുകളാണ്. അവയിൽ ചിലത് വളരെ പ്രധാനപ്പെട്ടതായുണ്ട്. അവ നഷ്ടപ്പെട്ടു പോയാൽ സലാമിന് തൊട്ടു മുമ്പ് 2 സുജൂദ് ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ്. അവയിൽ ചിലത് സുന്നത്തുകളിൽ ചിലത് വളരെ പ്രധാനപ്പെട്ടതായുണ്ട്. അവയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, മറന്നുകൊണ്ടോ മറ്റോ നഷ്ടപ്പെട്ടാൽ സലാമിന് തൊട്ടു മുമ്പ്, സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പ് 2 സുജൂദ് ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ്. ഇതിന് സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുന്നു. ഈ സുജൂദിന് സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുന്നു. അവ 7 ആകുന്നു. അബ്ആള് സുന്നത്തുകൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. അവ 7 ആകുന്നു. ഒന്നാമത്തെ അത്തഹിയ്യാത്ത്. ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതൽ. ആദ്യത്തെ അത്തഹിയ്യാത്ത് അബ്ആള് സുന്നത്താണ്. അത് 2. ഒന്നാം അത്തഹിയ്യാത്തിനു ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 3. ഒന്നാം അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. 4. സുബ്ഹിലും റമളാൻ അവസാനത്തെ പകുതിയിലെ വിത്തറിലും കുനൂത്ത് ഓതൽ. സുബ്ഹിൽ കുനൂത്ത് ഓതണം അല്ലേ? 2ാമത്തെ റക്അത്തിലെ ഇഅ്തിദാലിന് ശേഷം. റമളാൻ അവസാനത്തെ പകുതി എന്ന് പറഞ്ഞാൽ 15, ആദ്യത്തെ നോമ്പ് 15 കഴിഞ്ഞതിന് ശേഷമുള്ള നോമ്പുകളിൽ വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് ഓതൽ സുന്നത്താണ്. ആ സുന്നത്ത് അബ്ആള് സുന്നത്തുകൾപ്പെട്ടതാണ്. 5. കുനൂത്തിനു ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ. കുനൂത്തിനു ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ ഏതാണത്? കുനൂത്തിൻ്റെ അവസാനത്തിലുള്ളത് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം റബ്ബി ഇഗ്ഫിർ വർഹം വ അൻത അർഹമുർ റാഹിമീൻ. 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ കുനൂത്തിൻ്റെ അവസാനത്തിലുള്ള സ്വലാത്തും സലാമും? അത്. 6. കുനൂത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി നിൽക്കൽ. അതിനു വേണ്ടി നിൽക്കൽ. 7. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അവസാനത്തെ അത്തഹിയ്യാത്തിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇതെല്ലാം അബ്ആള് സുന്നത്തുകളാണ്. ഇവയിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവയ്ക്ക് വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. ഇവയ്ക്ക് അബ്ആള് സുന്നത്തുകൾ എന്ന് പറയുന്നു. ഇവയല്ലാത്തവയ്ക്ക് ഹൈആത്ത് സുന്നത്തുകൾ എന്നും പറയപ്പെടും. അബ്ആള് സുന്നത്തുകൾ അല്ലാത്തവയ്ക്ക് വജ്ജഹത്ത് ഓതൽ, ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദ് ഓതൽ, ഇതെല്ലാം ഹൈആത്ത് സുന്നത്തുകളാണ്. ഇനി നമുക്ക് പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. ഉത്തരം പറയാം. 1. അബ്ആള് സുന്നത്തുകളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? അതിൻ്റെ ഉത്തരം സലാമിന് തൊട്ടു മുമ്പ് 2 സുജൂദ് ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടുന്ന സമയം ഏത്? അതിൻ്റെ ഉത്തരം സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ്. 3. അബ്ആള് സുന്നത്തുകൾ എത്ര? അതിൻ്റെ ഉത്തരം 7. അബ്ആള് സുന്നത്തുകൾ 7 ആകുന്നു. 2. നമുക്ക് വേർതിരിക്കാം. ഫർള്, അബ്ആള്, ഹൈആത്ത്. ഓരോന്നും വേർതിരിച്ചെഴുതാം. അടിയിൽ കോളം തന്നിട്ടുണ്ട്. ഫർള്, അബ്ആള്, ഹൈആത്ത്. റുക്കൂ ഫർളാണ്, നിസ്കാരത്തിൻ്റെ ഫർളാണ്. കുനൂത്ത് അബ്ആള് സുന്നത്താണ്. 1ാമത്തെ തശഹുദ് അഥവാ അത്തഹിയ്യാത്ത്. 1ാമത്തെ അത്തഹിയ്യാത്ത് നിസ്കാരത്തിൻ്റെ അബ്ആള് സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ, അത് ഹൈആത്ത് സുന്നത്താണ്. 2ാം സലാം വീട്ടൽ. 2ാം സലാം വീട്ടൽ ഹൈആത്ത് സുന്നത്താണ്. കുനൂത്തിന് വേണ്ടി നിൽക്കൽ.
കുനൂത്തിന് വേണ്ടി നിൽക്കൽ അബാള് സുന്നത്താണ്. ഒടുവിലെ തശഹുദ്, ഒടുവിലെ അത്തഹിയാത്ത് നിസ്കാരത്തിൻ്റെ ഫർളാണ്. വജ്ജഹത്തു, വജ്ജഹത്തു ഓതൽ ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ടതാണ്. ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദു ഓതൽ, ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദു ഓതൽ ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ടതാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.